ടിൻഡു കുട്ടപ്പൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICU പ്രതിസന്ധി തുടരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തം നടന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടും ICU പൂർണ്ണമായി പ്രവർത്തനക്ഷമമായിട്ടില്ല. തുണികെട്ടിമറിച്ച താൽക്കാലിക സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ ICU പ്രവർത്തിക്കുന്നത്. ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ജനറൽ സർജറി വിഭാഗം മേധാവി സൂപ്രണ്ടിന് കത്ത് നൽകി. മാർച്ച് 17-ന് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് രോഗികളെ താൽക്കാലിക ICUയിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോഴും അവിടെ തന്നെയാണ് ചികിത്സ തുടരുന്നത്. സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർന്നിരിക്കെ ICU ഉടൻ സാധാരണ നിലയിലാകുമെന്ന് അധികൃതർ അറിയിച്ചു. BDS വിദ്യാർത്ഥിയുടെ മരണം, ലോൺ ആപ്പിനെതിരെ കേസ്. കണ്ണൂരിലെ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റപേ ലോൺ ആപ്പിനെതിരെ ചക്കരയ്ക്കൽ പോലീസ് സ്വമേധയാ കേസെടുത്തു. 36% പലിശയ്ക്കെടുത്ത 15,000 രൂപയുടെ വായ്പയെ തുടർന്ന് ഏപ്രിലോടെ ആപ്പുമായി ബന്ധപ്പെട്ടവർ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്ന് FIR-ൽ പറയുന്നു. അധ്യാപികയുടെ ഫോണിലേക്കും ഭീഷണി സന്ദേശങ്ങൾ അയച്ചതായും റിപ്പോർട്ടുണ്ട്. മുമ്പ് സൈബർ സെല്ലും ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു. ചെന്നൈക്ക് തിരിച്ചടി, ഖലീൽ അഹമ്മദ് പുറത്ത്. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വൻ തിരിച്ചടിയായി. ഇടം കയ്യൻ പേസർ ഖലീൽ അഹമ്മദ് സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ നിന്ന് പുറത്തായി. വലതു തുടയിലെ പേശിക്കേറ്റ പരിക്കേറ്റതിനെ തുടർന്ന് ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചതായും പൂർണ്ണ സുഖം പ്രാപിക്കാൻ 12 ആഴ്ചയിലധികം എടുക്കുമെന്ന് ടീം അറിയിച്ചു. 9 ലീഗ് മത്സരങ്ങൾ ബാക്കിയിരിക്കെ താരം പുറത്താകുന്നത് ചെന്നൈക്ക് വലിയ തിരിച്ചടിയാണ്. 2025-ലെ സീസണിന് മുമ്പ് 4.8 കോടി രൂപയ്ക്കാണ് ഖലീൽ ടീമിലെത്തിയത്. ഇറാൻ വഴങ്ങി, വിപണിയിൽ ഉണർവ്. എണ്ണയും സ്വർണവും താഴേക്ക്. US മുന്നോട്ട് വെച്ച നിബന്ധനകൾക്ക് ഇറാൻ വഴങ്ങുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇസ്രായേൽ ലെബനൻ തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തൽ ധാരണയിലെത്തിയതിന് പിന്നാലെ ഇറാനുമായുള്ള സംഘർഷവും ഉടൻ അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷ ഉയർന്നു. ഇതോടെ ആഗോള ഓഹരി വിപണികൾ മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ ക്രൂഡ് ഓയിൽ വില താഴേക്ക് നീങ്ങി. സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ ഉയർന്ന സ്വർണ്ണവിലയും ഇന്ന് നഷ്ടത്തിലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വടംവലി, ഹൈക്കമാൻഡ് ഇടപെടൽ ശക്തം. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ ശക്തമായ സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ജാഗ്രതയിലാണ്. കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി. ഫലം വരുന്നതുവരെ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് പരസ്യ പ്രതികരണം പാടില്ലെന്ന് AICC കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫലം പുറത്തു വന്ന ശേഷം MLA-മാരുടെ അഭിപ്രായം തേടി ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുത്തിരിക്കും. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.